ഈ തമിഴ്നാട്ടുകാരി എങ്ങനെയാണ് കേരളത്തിൽ വന്നതെന്ന് അതിനൊക്കെ ഒരു ഉത്തരം ഈ യാത്രയിലുണ്ടാവും. യെസ്, ദാറ്റ്സ് റൈറ്റ്. നമ്മൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മൾ 100 പ്രാവശ്യം ചിന്തിക്കും. അപ്പം നമ്മൾ കുടുംബമായിട്ട് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അല്ലേ? പിള്ളേരുടെ ഡ്രസ്സ് കാര്യങ്ങൾ കിടക്കുന്ന കിടപ്പുണ്ടല്ലയോ? അതെ, എന്തെങ്കിലും ഒരു തീരുമാനമായോ? ഓ അത് ശരി, സ്വന്തം കാര്യം കഴിഞ്ഞല്ലയോ? ആ, നീ ഇന്ന് പെട്ടിക്കകത്ത് ഇരിക്കാൻ പോവാ? അപ്പോൾ കവി എങ്ങനെ പ്ലാന്? തുണി എന്റെ മോളെ അവിടെ ഉണ്ട്. സച്ചിന്റെ കുറച്ചുകൂടെ എടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി എടുക്കണം. പിന്നെ അരിശുലിന്റെ എന്തൊക്കെയാണ് എന്റെ തുണി എന്തിയാ പോ എവിടെ ഇരിക്കണേ? സെലക്ട് ചെയ്യണം. കൊള്ളാം. അപ്പൊ അമ്മയും മക്കളുടെ തുണി എടുത്ത എന്റെ തുണി. ഓ അത് ശരി. ഞാൻ എന്റെ തുണി എന്നെ എടുത്തു, അമ്മ അമ്മയുടെ തുണി എടുത്തു, കുഞ്ഞാണ് കുഞ്ഞിന്റെ തുണി എടുത്തു. അതുപോലെ അച്ഛനും അച്ഛൻ്റെ തുണി എടുക്കണം. ശരി, സമ്മതിച്ചു. അത് കളിക്കാനുള്ള സാധനം വന്നേ, നീ വന്നേ ചോദിക്കട്ടെ. അപ്പൊ നിന്റെ ഡ്രസ് ഏതൊക്കെയാ? അപ്പൊ നിനക്ക് നീ ഒരു കാര്യം ആലോചിച്ചോ? ആ ഇതേ എടുക്കുന്നുള്ളോ നീ? വേറൊന്നും വേണ്ട? അത് ശരി. വെക്കണ്ട. അത് ശരി. എവിടെ നിക്കറില്ല, ടീഷർട്ടെല്ലാം എടുത്ത് വെച്ചേക്കോ അല്ലയോ? നിന്റെ മോടെയും നിങ്ങളുടെ തുണിയെല്ലാം ഫില്ലാവത്തില്ലേ? ആണോ? ഓ അത് ശരി. ഓക്കെ ശരി, ശരി. അപ്പം അങ്ങനെയെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. ഇതിപ്പോൾ ഇത്രയും തുണി വെച്ചപ്പോൾ തന്നെ നിറഞ്ഞല്ലോ ഇത്. ആ കൊള്ളാം. അപ്പൊ കുഞ്ഞിന്റെ അമ്മോടെ തുണി വെച്ചാൽ മതിയോ? ആ ബെസ്റ്റ്. ഞാൻ പിന്നെ പിള്ളേരുടെ രണ്ടുപേരും അതിനകത്ത് വെക്കാം. ഇതിനകത്ത് പിന്നെ വെക്കാൻ സാധനം എല്ലാം തോന്നുന്നു. ഇത് എന്റെ തുണി ഇത്രയും വലിയൊരു ബാഗ് സ്നാക്സ് ഐറ്റംസ് അല്ലേ? അമ്മോടെ മറ്റേ കുഞ്ഞു ബാഗല്ലേ, ഈ ബാഗ് വെച്ചാൽ പോരാ? അതൊക്കെ അല്ലേ, അത് വെച്ചാൽ മതിയല്ലോ. സച്ചിനോട് പ്രത്യേക കാര്യം ഞാൻ പറയാം. നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ നമ്മളുള്ള ശരി, അവൻ കുറ്റി അടിച്ച പോലെ പ്രത്യേകം എല്ലാരും ശ്രദ്ധിക്കണേ. പറ്റുമെങ്കിൽ ഞാനൊരു വീഡിയോ എടുക്കും. ഇങ്ങനെ ഒരു കൈ കെട്ടലുണ്ട്, ഒറ്റ പോകാ. ഇങ്ങനെ ഒരു പോക്ക് പോകും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കൈ കെട്ടിട്ട് ഇങ്ങനെ ഒരു പോകും. നമ്മുടെ കൂടെ എന്തായാലും നിൽക്കത്തില്ല, അത് ഉറപ്പിച്ചോ. ബ്രെയിൻ ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്തിക്കോ. ഓക്കെ. അപ്പൊ നമുക്ക് ഇതേ പല്ലേക്കാൻ ബ്രഷും ബെസ്റ്റൊക്കെ എടുത്തോ? പല്ലല്ല തന്നെ നമ്മളെല്ലാം ഒന്നും തേക്കാറില്ലല്ലോ, വലിയ നിർബന്ധമുള്ളതായിരുന്നല്ലോ. സച്ചു പല്ലൊക്കെ തേക്കണം കേട്ടോ. മക്കളെ വളരെ അടങ്ങി ഒതുങ്ങിയിരിക്കണം. നമുക്ക് അറിയാൻ മേത്ത സ്ഥലമൊക്കെയാണ്. അറിയാൻ മേത്ത സ്ഥലമല്ല, അറിയാവുന്ന സ്ഥലങ്ങൾ തന്നെയാണ്. എങ്കിൽ പോലും നിങ്ങൾ അനുസരണയോടെ ഇരിക്കുക. നമ്മൾ സന്തോഷിക്കാൻ പോകുന്ന വെക്കേഷനിൽ നമ്മുടെ വളരെ ഒത്തിരി നാളായിട്ട് പ്ലാൻ ചെയ്ത് നമ്മൾ തീരുമാനിച്ച ഒരു ദിവസമാണ്. ഈ ഒരു 4 മാസത്തെ ഒരു പ്ലാനിങ് ആയിരുന്നു. ആ പ്ലാനിങ് ഏകദേശം ആ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. തീർച്ചയായിട്ടും ഞങ്ങളുടെ യാത്രയുടെ എല്ലാ അപ്ഡേറ്റ്സും ഞങ്ങൾ നിങ്ങൾക്കൊപ്പം ഷെയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട്, നിങ്ങളുടെയൊക്കെ കമൻസ്. യെസ്, ദാറ്റ്സ് റൈറ്റ്. അതാണ് കറക്റ്റ്. തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹം കൊണ്ട് തന്നെയാണ് നമുക്ക് പോകാൻ കഴിയുന്നത്. അപ്പോൾ ഈ യാത്രയിൽ ഉടനീളം ഞങ്ങളുടെ ഓരോരോ അനുഭവങ്ങളും ഓരോ അവസ്ഥകളും സന്തോഷങ്ങളും ദുഃഖങ്ങളും എല്ലാം ഞങ്ങൾ പങ്കുവെക്കുന്നതായിരിക്കും. നിങ്ങളുടെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഒക്കെ തരിക അല്ലേ സച്ചു? അപ്പം ഈ ഒരു സാധനത്തിനെ മേച്ചുകൊണ്ട് പോകുന്നതാണ് എനിക്ക് ഏറ്റവും വലിയ ടാസ്ക്. അപ്പോൾ നമുക്കിനിയും വേറെ വേണ്ട എന്താണ്, ബ്രഷും പേസ്റ്റും മാത്രമേ ഉള്ളൂ. വേറൊരു സാധനമില്ല, എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് അല്ലേ? കംപ്ലീറ്റ് സാധനങ്ങളുണ്ട്. മോളെ ഒന്നും മറന്നിട്ടില്ല? നിനക്ക് എന്തെങ്കിലും പേഴ്സണായിട്ടുള്ള പിന്നെ നമ്മുടെ ID പ്രൂഫും കാര്യങ്ങളെല്ലാം എടുത്ത് വെക്കണം അല്ലേ? ചാർജർ 1 2 എടുക്കണം. അതെ, 3 എടുക്കണം. ഓക്കെ ശരി, നമുക്ക് എടുക്കാം. പിന്നെ ഫുഡിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റാക്കി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്കൊരു സന്തോഷം, ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങളുടെ എക്സൈറ്റ്മെൻറ്റ് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ചാലേ എല്ലാവർക്കും മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ പോകുന്ന സ്ഥലം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബാംഗ്ലൂരാണ്. അത് എന്തുകൊണ്ട് ഞങ്ങൾ ബാംഗ്ലൂരിൽ പോകുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ കഥ
ഞങ്ങൾ പറയാം. തീർച്ചയായിട്ടും അവിടെ ചെല്ലാം. നമ്മൾ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് നമുക്കത് പറയാം പ്രേക്ഷകരോട്. നിങ്ങൾ ഒരുപാട് പ്രേക്ഷകർ ഞങ്ങളോട് ചോദിച്ച ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ഈ തമിഴ്നാട്ടുകാർ എങ്ങനെയാണ് കേരളത്തിൽ വന്നതെന്ന്. അതിനൊക്കെ ഒരു ഉത്തരം ഈ യാത്രയിലുണ്ടാവും. അത് ഞങ്ങൾ ഉറപ്പ് തരുന്നു അല്ലേ? അപ്പോൾ ക്യാമറാമാൻ ഭർത്താവിനൊപ്പം പിള്ളേരൊന്നും വേണ്ടല്ലോ.